1x ഇതിലൊന്ന് നോർമൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം അത് ഫോക്കസ് ആവും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹാർഡ് കോർ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. നമ്മളെ ഫോട്ടോസ് ഇപ്പുറത്തെ വീട്ടിലെ സ്റ്റാറാണ്, ജസ്റ്റ് നോക്കാം. വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ വിവോ 300 സീരീസിലുള്ള വിവോ X300 5Gയുടെ ഒരു ഓൾ ഇൻ ഓൾ പാക്ഡ് റിവ്യൂ ആണ് ഈ ചാനലിൽ വരുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു 99 ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ബോഡിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് 3 കളേഴ്സാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സബ്മിറ്റ് റെഡ്, എലൈറ്റ് ബ്ലാക്ക്, പിന്നെ മിസ്റ്റ് ബ്ലൂ. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് ഈ എലൈറ്റ് ബ്ലാക്ക് എന്ന കളറാണ്. ഇതിൽ വരുന്നത് അലൂമിനിയം ബോഡിയാണ്, 4 സൈഡ് ബോർഡറും ഫ്രെയിം വരുന്നത്. ബാക്കിൽ ഒരു കാർബൺ ഫൈബർ ടച്ചാണ്, ഒരു മാറ്റ് ഫിനിഷ് ആ ഒരു ടെക്സ്ചറാണ് വരുന്നത്. അത് എല്ലാ കളറിനും അതേ ആ ടെക്സ്ചർ കളറിനനുസരിച്ചുള്ള ഒരു മാറ്റ് ഫിനിഷ് ടെക്സ്ചർ തന്നെയാണ് വരുന്നത്. ഫ്ലാഷ് ലൈറ്റ് വരുന്നത് ക്യാമറയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു സൈഡിലോട്ടായിട്ട് ഒരു കോർണറിലോട്ടായിട്ടാണ് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് 200 MBയുടെ ഒരു മെയിൻ ക്യാമറ, 50 MBയുടെ ഒരു ടെലിസ്കോപ്പിക് ക്യാമറ, പിന്നെ വരുന്നത് ഒരു 50 MBയുടെ വൈഡ് ക്യാമറ വിത്ത് ഈ CS-ൻ്റെ ലെൻസ്. ഈ CS എന്ന് പറയുന്ന ബ്രാൻഡാണ് വിവോയ്ക്ക് ഇത്രയും പോപ്പുലാരിറ്റി നേടിക്കൊടുത്തത്. കാരണം ഈ CS എന്ന് പറഞ്ഞാൽ ജർമ്മൻ ആയിട്ടുള്ള ഒരു ലെൻസ് മേക്കിംഗ് കമ്പനിയാണ്. സൈസ് വരുന്നത് 6.31 ആണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 190 grams ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഇൻഹാൻഡ് ഫീലാണ്. IP68 + IP69 വാട്ടർ റെസിസ്റ്റൻറ്റ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറിജിൻ OS 6 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വിത്ത് ആൻഡ്രോയിഡ് 16. ഇത് H200ഉം H200 Proനെയും വെച്ച് കമ്പയർ ചെയ്യാനായിരുന്നെങ്കിൽ അവർ നേരത്തെ കൊടുത്തിരുന്നത് ഫൺ ടച്ച് OS ആണ് കൊടുത്തിരുന്നത്. അത് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് വരുന്നു. അതുകൊണ്ടായിരിക്കണം അവർ ഈ ഒറിജിൻ OS 6 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റഡ് വേർഷൻ കൊടുത്തിരുന്നത്. ചൈനയിൽ H200നും H200 Proയ്ക്കും നേരത്തെ തന്നെ ഒറിജിൻ OS കൊടുത്തിരുന്നു. പക്ഷേ ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ ഒറിജിൻ OS 6 ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. OS എന്തുകൊണ്ട് ബെറ്റർ എന്ന് വെച്ചാൽ ഫൺ ടച്ച് OS മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സേഫ്റ്റി റിലേറ്റഡ് ഫീൽഡിലാണ്. മറിച്ച് ഒറിജിൻ OS 6 വരുമ്പോൾ കൂടുതലും AI റിലേറ്റഡ് ആയിട്ടും അതേപോലെ നമ്മളെ വിഷ്വൽ എക്സ്പീരിയൻസും അതിൻ്റെ ഫീച്ചേഴ്സും ആയിട്ടും റിച്ച് ആയിട്ടാണ് ഒറിജിൻ OS 6 വരുന്നത്. എന്തുകൊണ്ട് ഇത്ര ബെറ്ററായിട്ട് നിൽക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിപ്സെറ്റാണ്. ഡിമെൻസിറ്റിയുടെ 9500 ചിപ്സെറ്റാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് ഈ AI റിലേറ്റഡ് ആയിട്ടുള്ളതും കുറച്ച് ബാറ്ററി സേവിങ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റായിട്ടാണ് ഈ 9500 ബിൽഡ് ചെയ്തേക്കുന്നത്. ഡിസ്പ്ലേ വരുന്നത് LTPO അമോൾഡ് LED ഡിസ്പ്ലേ ആണ്. LTPO എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ്. അതായത് നമുക്കിത് ബാറ്ററി സേവിങ്ങിനൊക്കെ നല്ല രീതിക്ക് സഹായിക്കും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണെങ്കിൽ ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ ഓണായി നിൽക്കും, ടൈമും ഡേറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഓണായി നിൽക്കുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫോൺ ഡിസ്പ്ലേ അതനുസരിച്ച് പെർഫോം ചെയ്യും. ഇപ്പോൾ 1 ഹെഡ്സിനൊക്കെ പെർഫോം ചെയ്യും. അതേസമയം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുത്ത് റീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് 60 to 120 ഹെഡ്സിൻ്റെ ഇടയിൽ ഈ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് റിഫ്രഷ് റേറ്റ് ആക്കുന്നതിനെയാണ് ഈ LTPO എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും, അതേപോലെ ഹീറ്റിംഗ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ LTPO എന്ന് പറയുന്ന ഡിസ്പ്ലേയുടെ പ്രത്യേകം. ഡിസ്പ്ലേ കുറിച്ച് പറയാനാണെങ്കിൽ HDR10+ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഈ ഡോൾബി വിഷൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇതിൽ ഈ HDR10+ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഈ ഇപ്പോൾ ഡാർക്ക് ഫീൽഡ് കുറച്ച് ബ്രൈറ്റാക്കി കാണിക്കുക, ഷാഡോസ് ഒന്ന് നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുക. അതായത് കണ്ണിനൊരു നല്ല വിഷ്വലൈസ് ചെയ്ത് നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ HDR10+ എന്ന് പറയുന്നത്. അതാണ് ഈ ഡിസ്പ്ലേക്കകത്ത് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഡിസ്പ്ലേയിൽ സെൻറ്റർ പഞ്ച് ഹോളായിട്ടാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഇതിൽ 50 MB വീഡിയോ റെക്കോർഡിംഗ് പോസിബിളാണ്. അതേപോലെ തന്നെ 4K വീഡിയോ സപ്പോർട്ടിങ്ങും പോസിബിളാണ്. ബാറ്ററി വരുന്നത് 6040 mAh ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്, വയേർഡ് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതേപോലെ 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങുമാണ് ഇതിൽ സപ്പോർട്ട് ആവുന്നത്.
പിന്നെ USB ടൈപ്പ് C ടൈപ്പ് ചാർജിങ് ആണ്. ഈ ചാർജിങ്ങിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കും വരുന്നത്. സെപ്പറേറ്റ് ഹെഡ്ഫോൺ ജാക്ക് ഇതിന് വരുന്നില്ല. C ടൈപ്പ് ഔട്ട്പുട്ട് ആണ് ഇതിന്ന് വരുന്നത്, ഹെഡ്ഫോൺ ജാക്കായിട്ട് വരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇതിനകത്ത് NFC സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ ഫേസ് ലോക്ക് വരുന്നുണ്ട്. അതേപോലെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഓൾ ഇൻ ആൾ ഒരു ഇൻഹാൻഡ് ഫീല്, ഒരു രക്ഷയില്ലാത്തൊരു ഇൻഹാൻഡ് ഫീലാണ്. പ്രത്യേകിച്ച് ഇത്രയും ഈ 6.31 ഇഞ്ചിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ കയ്യിൽ കൊണ്ടു നടക്കാനൊക്കെ അത്രയും എളുപ്പമാണ്. ഇനി നമുക്കിതിൻ്റെ ഹാർഡ് കോർ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. നമ്മളെ ഫോട്ടോസ് എങ്ങനെ ഉണ്ട്, അല്ല ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് അടുത്ത ഈ ഫ്ലവർ പോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1x ഇതിലൊന്ന് നോർമൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കാം. എത്രത്തോളം അത് ഫോക്കസ് ആവും എന്ന് നോക്കാം. കണ്ടോ, അതിലെ ഓരോ ഇതളും, ആ ഫ്ലവറിൻ്റെ ഓരോ ഇതളും അത്രത്തോളം ഫോക്കസാണ്. ഇത്രയും ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഇമേജിനുള്ളത്. നമുക്ക് ഈ ഫ്ലവർ തന്നെ ഒന്ന് 10x ഇട്ടിട്ട് എടുത്ത് നോക്കാം. എത്രത്തോളം ക്വാളിറ്റി കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോസസ്സ് ആവുന്നതേ ഉള്ളൂ. കണ്ടോ, ആ ഫ്ലവറിനകത്ത് ഓരോ ഡസ്റ്റ് പാർട്ടിക്കിൾസും വരെ വിസിബിളാണ്. നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് ഇതിൻ്റെ ഒരു സൂമിങ് ടെസ്റ്റ് കൂടെ നോക്കാം. ഇപ്പോൾ ഇതാ എത്രത്തോളം ദൂരെയാണ് ആ സ്റ്റാർ. ഈ ഫോണിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് iPhone 13-ലാണ്. അപ്പോൾ എത്രത്തോളം ദൂരെയാണ് ആ സ്റ്റാറെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് 10x ഷൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പുറത്തെ വീട്ടിലെ സ്റ്റാറാണ്, ജസ്റ്റ് നോക്കാം. കണ്ടോ, ഇത്രയും ക്വാളിറ്റിയിലാണ് അത് പ്രോസസ്സായി വരുന്നത്. ഇത്രയും ദൂരെ നിൽക്കുന്നതാണ്. ഈ സ്റ്റാറിൻ്റെ തന്നെ 20x ആണ് ഇട്ടേക്കുന്നത്. അതൊന്ന് എടുത്ത് നോക്കാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇത് പ്രോസസ്സ് ആവുന്നുണ്ട്. കണ്ടോ 20x. അതിൽ എത്ര ആ ഡിസൈൻസ് നോക്കിയേ, ആ ഡിസൈൻസിൻ്റെ ക്വാളിറ്റി നോക്കിയേ, എത്ര ഹോൾസ് വിസിബിൾ ആണെന്നെല്ലാം കറക്റ്റ് ആ സ്റ്റാറിൻ്റെ A to Z കാര്യം ഇതിൽ വിസിബിളാണ്. ഇനി അത്രയും ദൂരത്തുള്ള ആ തെങ്ങ് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. എത്രത്തോളം ക്വാളിറ്റി കിട്ടുമെന്ന് നോക്കാം. രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോഫിയാ, അല്ല കോപ്പിയാ. തേങ്ങാക്കുലയിലാടും. അപ്പൊ ഇതാണ് അതിന്റെ ക്വാളിറ്റി. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. അത്രയുള്ള ഇതാണ് ഇപ്പോൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത് തന്ന കുറച്ച് വിഷ്വൽസ്. അപ്പോൾ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ട്രൈപ്പോഡ് കയ്യിൽ വെച്ചിട്ട് ഫോക്കസ് കിട്ടാതെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. കാര്യം ഒരു കയ്യിൽ ഈ ഫോൺ, ഒരു കയ്യിൽ ട്രൈപ്പോഡ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നല്ല വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഞാൻ എടുത്തിട്ടുള്ളതിൽ കുറച്ച് നല്ല വിഷ്വൽസ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ ഫോൺ ആർക്കൊക്കെ എടുക്കാം എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ ഫോൺ എനിക്കിപ്പോൾ യൂസ് ചെയ്തെടുത്തോളം എനിക്കിപ്പം മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിപ്പോൾ മെയിനായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്ന ഫോൺസ് എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഉണ്ട്, ഓഫ് കോഴ്സ് OnePlus-ൻ്റെ ഫോൺസ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഇതിൻ്റെ കോമ്പീറ്റ് ചെയ്യാൻ പോണ ഫോൺസ്, സാധാരണപ്പെട്ടവർ കോമ്പീറ്റ് ചെയ്യാൻ നോക്കുന്ന ഫോണെന്ന് പറയുന്നത് ഐഫോണുമായിട്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി അപാരമാണ്. ഈ വീഡിയോ ക്വാളിറ്റി ഞാൻ പറയുന്നില്ല, വീഡിയോ ക്വാളിറ്റി ഒരിക്കലും ഐഫോണിൻ്റെ അത്ര എത്തത്തില്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കി, എന്നാലും ഐഫോണിൻ്റെ അതേ ക്വാളിറ്റി. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന iPhone 13-ലാണ്. അപ്പോൾ അത്രത്തോളം വീഡിയോ ക്വാളിറ്റി കിട്ടുന്നില്ല, എന്നാൽ പോലും ഭയങ്കര ബെറ്ററാണ്. പിന്നെ ഫോട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ പോർട്രേറ്റ് മോഡ്, അത് പോർട്രേറ്റ് മോഡിലെടുത്ത ഫോട്ടോസ് ഞാൻ കുറച്ച് അപ്ലോഡ് ചെയ്തേക്കാം.
അതായത് ഫോട്ടോഗ്രാഫി അറിഞ്ഞുകൂടാത്തവർ വരെ പോർട്രേറ്റ് മോഡ്, ഇതിൻ്റെ പോർട്രേറ്റ് മോഡിൽ തകർക്കും. കുറച്ച് റൂമേഴ്സ് ഉള്ളത് ഏത് ഫോട്ടോ എടുക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുടെ കയ്യിൽ ഇത് കിട്ടിയാലും അപാര ഫോട്ടോ ആയിരിക്കും ഇതൊന്ന് കിട്ടുന്ന റിസൾട്ടെന്ന്. പക്ഷേ അത് എനിക്ക് അത് ഇതായിട്ട് തോന്നിയത്, മോർ ആപ്റ്റായിട്ട് തോന്നിയത് ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് മാത്രമാണ്. മറ്റേ സാധാ മോഡിലൊക്കെ പണി അറിയാവുന്ന ആളുടെ കൈ കിട്ടിയ ഈ ഫോൺ അപാരമാണ്. അല്ലാത്തവരെ കൈ കിട്ടിയാൽ ഇത് അത്ര പവർഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പണി അറിയാവുന്ന, ഫോട്ടോഗ്രാഫി അറിയാവുന്ന ഒരാളുടെ കയ്യിൽ ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ പിന്നെ അവരായിരിക്കും കിങ്. അതിന് ഒരു ഇതും വേണ്ട, അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല, അത് ഗ്യാരൻറ്റിയാണ്. ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറയാം. ഞാനിപ്പോൾ ഐഫോൺ 13, ഐഫോൺ 15, ഐഫോൺ 16 ഒക്കെ യൂസ് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഐഫോണിൽ നിന്ന് കിട്ടുന്ന ആ നമ്മളെ മൂവിയൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഫീല്, ആ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ആ പ്രൊജക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് ഇതിനകത്ത് എനിക്ക് കിട്ടുന്നില്ല. എന്നും പറഞ്ഞ് അത്ര മോശമെന്നൊന്നുമല്ല പറയുന്നത്, കൊള്ളാം. പക്ഷെ കമ്പാരിറ്റീവ്ലി ടു ഐഫോൺ ഇത് ഇച്ചിരി ലോ ആണ്. പിന്നെ പറയാനാണെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഐഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതുവരെ കുറവാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഐഫോൺ ആണെങ്കിൽ ക്യാമറ ഓണാക്കി വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോൺ 13-ലാണ്. ഇപ്പോൾ അത് തിളച്ച് മറിയായിരിക്കും ആ ഫോണ്, അതിൻ്റെ ബാക്കിൽ തൊട്ട് നോക്കിയാൽ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ച് ഒരുപാട് ഞാൻ യൂസ് ചെയ്ത് എന്നിട്ടും അത്ര വലിയ ഹീറ്റിംഗ് ഒന്നും പ്രൊജക്റ്റ് ചെയ്ത് കണ്ടില്ല. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണോ എന്നുള്ളത്. ഞാൻ ഇതിന് ഗെയിമിംഗ് ഫോണായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റിനോ അല്ലെങ്കിൽ അതിൽ കുറവോ റേഞ്ചിൽ ഒരുപാട് ഗെയിമിംഗ് ഫോൺ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ അതിന് ആപ്റ്റ് അല്ല എന്നൊന്നുമല്ല പറയുന്നത്, ഇതിൻ്റെ പ്രൊസസ്സർ അതിന് ആപ്റ്റാണ്, അത്രയും കേപ്പബിൾ ഉള്ള പ്രൊസസ്സർ തന്നെയാണ്. പക്ഷേ ആ പ്രൊസസ്സർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതേപോലുള്ള AI-യും ക്യാമറയും വിഷ്വലൈസ് ചെയ്യാനും ബാറ്ററി ട്രെയിനിങ് കുറയ്ക്കാനും ഒക്കെയാണ്. അപ്പോൾ ഗെയിമിംഗ് സ്പെക്കും അവരിത് പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ സ്ക്രീൻ സൈസ് കുറവാണ്, അതേപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പോൾ PUBG പോലുള്ള ഗെയിമൊക്കെ ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ 40 മിനിറ്റൊക്കെ കളിക്കാനൊക്കെ ഓക്കെയാണ്. അല്ലാതെ ഒരു ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ ഒരിക്കലും ഈ ഫോണിലോട്ട് പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളൊരു ഫോട്ടോജനിക് ആണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഫോൺ എടുക്കാൻ, ഒരു രക്ഷയില്ലാത്ത ക്യാമറ ക്വാളിറ്റിയാണ്, ഇതിൻ്റെ പ്രോസസ്സിംഗ് ആണ്, പിന്നെ ഇതിൻ്റെ AI ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ കുറച്ച് AI ഫീച്ചേഴ്സ് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഒരു പോർട്രേറ്റ് മോഡാണ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ AI ഇനേബിൾ ആക്കിയിട്ട് ഈ ഫോട്ടോ ഒന്ന് എടുക്കുന്നുണ്ട്. ഇത് എടുത്തതായി ഇവിടെ പ്രോസസ്സിങ് ആവുകയാണ്. ഇവിടെ AI വിഷ്വൽ എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ അപ്ലോഡിങ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിഷ്വലൊന്ന് പല മോഡിലോട്ട് സെറ്റ് ചെയ്ത് നോക്കാം. വിഷ്വൽ സെറ്റായി കഴിഞ്ഞ് ഇവിടെ ക്ലിയർ സ്കൈ, മോർണിംഗ് ഗ്ലോ എന്ന് പറയുന്ന പല മോഡ്സും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ക്ലിയർ സ്കൈ കൊടുത്തിട്ട് സ്റ്റാർട്ട് ജനറേഷൻ കൊടുത്താൽ ഇവിടെ ഈ AI മോഡ് സ്റ്റാർട്ട് ചെയ്ത് AI വിഷ്വൽ ഫോട്ടോ പ്രോസസ്സിംഗ് എന്നും പറഞ്ഞ് ഇത് കംപ്ലീറ്റ് ആവും. ഇത് കംപ്ലീറ്റ് ആയി നമുക്ക് വ്യൂ ചെയ്ത് നോക്കാം. കണ്ടോ, എൻ്റെ ആ ഇമേജേ മാറി. ഈ കൃത്യമായിട്ടൊരു ഇത് AI ജനറേറ്റഡ് ആണെന്ന് പറയേയില്ല. ആ എൻ്റെ ഇമേജ് ഫുള്ളി ചേഞ്ചായി. ഇങ്ങനെ പല ഇതുണ്ട്, പല ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ഈ നേരത്തെ എടുത്ത ഇമേജിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഈ ഭാഗങ്ങളൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. AI ഇറേസ് എന്ന് പറയുന്ന ഭാഗം, ഇതിൽ ഈ 2 ബോക്സ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ നമുക്ക് റിമൂവ് ആവുന്ന കാണാൻ പറ്റും. കണ്ടോ, എന്ത് പ്രൊഫഷണലായിട്ടാണ് റിമൂവ് ആയത്. അടുത്തത് മോഡിലോട്ട് പോയാൽ ഇമേജ് എക്സ്പാൻഡർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണിത്. ഇത് നമുക്ക് എത്രത്തോളം ഇമേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊണ്ടുവന്നാൽ അവിടെ വേറെ ഇമേജ് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ആ പൊസിഷനിൽ നമ്മൾ എത്ര സെറ്റ് ചെയ്യുന്നോ ആ പൊസിഷനിൽ ഇമേജ് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. കണ്ടോ, അവിടെ ആ ചെയേഴ്സ് ഇല്ലായിരുന്നു, ഇവിടെ ഈ ഭാഗത്ത് ചെയേഴ്സും ഫ്ലോറോ ഒന്നും ഇല്ലായിരുന്നു, അവിടെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ ഓൾ ഇൻ ആൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.